നമസ്കാരം. വീപ്പിളച്ചാറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്സാപ്പിലൂടെ എനിക്ക് അയച്ചിരിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ സംശയങ്ങൾക്ക് ഉള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈവായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കിട്ടിയിരിക്കുന്ന എല്ലാ കമൻറ്റുകൾക്കുമുള്ള മറുപടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ വീപ്പിളച്ചാർ എന്ന് സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോകാം. ആദ്യമായി ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അടുത്ത മാസം ഞാൻ റിസൈൻ ചെയ്യുകയാണ്, എനിക്ക് ഡേറ്റ് ഓഫ് എക്സിറ്റ് എന്നാണ് വരുന്നത്, അതുപോലെ തന്നെ എനിക്ക് ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? ഇത് ചോദ്യം പൂർണ്ണമല്ല. കാരണം PF ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവീസിനനുസരിച്ചിരിക്കും. നമ്മുടെ സർവീസിന് 10 വർഷത്തിന് മുന്നേ ആണെങ്കിൽ, 10 വർഷത്തിന് താഴെ ആണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം, എല്ലാ എമൗണ്ടും വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഡേറ്റ് ഓഫ് എക്സിറ്റ് എന്നാണോ റിസൈൻ ചെയ്യുന്നത് അന്നാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സിറ്റ്. അത് കമ്പനി രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ള മാർഗ്ഗമുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഗുഡ് ആഫ്റ്റർനൂൺ സർ, മൈസെൽഫ് മുഹമ്മദ് ഫഹദ്, ക്യാൻ വി വിഡ്രോ PF പെൻഷൻ എമൗണ്ട് അലോങ് വിത്ത് എംപ്ലോയി ഷെയർ ആൻഡ് എംപ്ലോയർ ഷെയർ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ 10 വർഷത്തിന് താഴെയാണ് സർവീസ് ഉള്ളതെങ്കിൽ എംപ്ലോയി ഷെയർ, എംപ്ലോയർ ഷെയറും എല്ലാ പെൻഷനും PF എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം, ഹായ് മനോജ് സാർ, എനിക്ക് ESI മെറ്റേണിറ്റി ലീവിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്, പ്ലീസ് റിപ്ലൈ. ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യവും അപൂർണമാണ്. ESI പ്രോബ്ലം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, റിജക്റ്റ് ചെയ്തപ്പോൾ വന്നത്, PF റിജക്റ്റ് ചെയ്തപ്പോൾ വന്നത് ഇങ്ങനെയാണ്, അതിനുശേഷം ഞാൻ പാൻ കാർഡ് വെരിഫിക്കേഷൻ അക്ഷയ വഴി ശ്രമിച്ചു, നടക്കുന്നില്ല. അതിൻ്റെ കമൻ്റായിട്ട് വന്നിരിക്കുന്നത്, ഓൺലി വെരിഫൈഡ് KYC സച്ച് എസ് ആധാർ, പാൻ വിച്ച് ആർ ഡിജിറ്റലി അപ്രൂവ്ഡ് വിൽ ബി കൺസിഡേർഡ് ഫോർ അവൈലിംഗ് എനി സർവീസസ്. പാൻ കാർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ചോദ്യം അപൂർണമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഹലോ സർ, ഐ ഹാവ് സീൻ യുവർ യൂട്യൂബ് വീഡിയോ അബൌട്ട് പെൻഷൻ. ഐ ആം സോറി ഇഫ് മേക്ക് യു uncomfortable. I was working 2 years in a private company. I resigned from there and I claimed my PF account. After that, my pension amount also I claimed. Later 2 days I have seen in EPFO its claim settled, but I didn't get any message or anything. Actually, I have doubt that this pension amount will be provided or not. I don't know. എനിക്കറിയില്ല ഇത് കേരളത്തിലുള്ള ആളാണോ കേരളത്തിന് പുറത്തുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, മെസ്സേജ് വന്നു, എമൗണ്ട്, പെൻഷൻ്റെ എമൗണ്ടും ക്രെഡിറ്റ് ആയി കാണുമോ എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിച്ചിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയോളം ആയി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു മെസ്സേജ് അയയ്ക്കുക. 2 എമൗണ്ടും സാധാരണഗതിയിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അടുത്ത ചോദ്യം, PMGKY Prime Minister's Garib Kalyan Yojana registration is available but not able to generate the declaration and we have ECR spending for payments. Does this means we are ineligible to receive the benefits of the scheme? Are there any solution for this? തീർച്ചയായിട്ടും എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ സൈറ്റിൽ അത് വരേണ്ടതാണ്. വന്നിട്ടില്ല എങ്കിൽ PMGKYയിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ഓഫീസാണോ, എവിടെയാണോ നിങ്ങളുടെ PF രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. സാധാരണഗതിയിൽ PMGKY വന്നിരിക്കുന്ന ആളുകൾക്ക് അതേ സ്കീമിൽ തന്നെ, അതായത് 90% താഴെ ആൾക്കാർ 15,000 താഴെ ശമ്പളം വാങ്ങുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരേണ്ടതാണ്. അടുത്ത ചോദ്യം, വോയിസ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്. വോയിസ് മെസ്സേജുകൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വോയിസ് മെസ്സേജ് ഇതുപോലെ ലൈവ് പ്രോഗ്രാം നടത്തുമ്പോഴോ അതുപോലെ തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ എനിക്കത് കേട്ടിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പറയുന്നത്. ദയവായി ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ എനിക്ക് വായിച്ച് ആൻസർ തരാൻ പറ്റും. ഞാൻ ESIF ബാങ്കിലെ സ്റ്റാഫാണ്, ഫീൽഡ് വർക്ക്. മെറ്റേണിറ്റി ലീവിന് മുന്നേ NMK മുന്നേ നമുക്ക് മെഡിക്കൽ ലീവ് 90 ഡേയ്സ് എടുക്കാമോ? 90 ഡേയ്സ് എടുക്കാൻ പറ്റില്ല, 60 ദിവസം മാത്രമേ പറ്റുള്ളൂ. 60 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമലി ഉള്ള, അതായത് ടോട്ടൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് മെറ്റേണിറ്റി ലീവായിട്ട് അനുവദിച്ചിരിക്കുന്ന 6 മാസമാണ്. 6 മാസം എന്ന് പറയുമ്പോൾ പ്രയോർ ടു നമ്മൾ എന്നോട്ടാണോ ലീവ് എടുക്കുന്നത് അതിന് 2 മാസം മുന്നേ മുതലാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ എന്നാണോ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് അതിന് 2 മാസം മുന്നേ മുതൽ നമുക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം 4 മാസം കൂടി കിട്ടും. അപ്പോൾ അതിന് മുന്നേ 90 ദിവസം ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ ഈ ബെനിഫിറ്റ് കിട്ടില്ല. ഗുഡ് മോർണിംഗ് സർ, ഐ വാച്ച്ഡ് യുവർ വീഡിയോ ഓൺ ESIC, റിയലി ഇൻഫോർമേറ്റീവ്. ഐ ഹാവ് ഡൗട്ട്
Can the employer ask us to pay 430 rupees for renewal of ESIC registration? I am a teacher working at a self-financing college in Kerala. Our employer is demanding 430 rupees this year for ESIC card renewal. Is there really any renewal of registration for ESIC? Absolutely, there is nothing like that. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയൊന്നുമില്ല. അത് എംപ്ലോയർ തന്നെ ചെയ്യേണ്ടതാണ്. എംപ്ലോയറുടെ ESIC രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒറ്റ തവണയായിട്ടൊരു എമൗണ്ട് അടയ്ക്കേണ്ടതുണ്ട്. അല്ലാതെ ESIC റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. സർ, ഞാൻ PF വിഡ്രോ ചെയ്യാൻ വേണ്ടി KYC അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ 4 അക്കം അടിച്ചപ്പോൾ അസ് സീഡഡ് എഗൻസ്റ്റ് UAN എന്നാണ് കാണിക്കുന്നത്. എന്താണ് സാർ അതിന് കാരണം? ചോദ്യം അപൂർണമാണ്. കാരണം അസ് സീഡഡ് എഗൻസ്റ്റ് UAN എന്ന് പറയുന്നത് അതിന് മുന്നെയോ അതിന് ശേഷമോ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കൂടെ കാണാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ 4 അക്കം തെറ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് KYC കൊടുത്തിരിക്കുന്നതിൻ്റെ IFSC കോഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അത് കാരണമാണ്. ചോദ്യം അപൂർണമാണ്. ഇത്രയും നിങ്ങൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഇതാണ്. ഹലോ സർ, ലാസ്റ്റ് വർക്ക് ചെയ്ത പ്രോപ്പർട്ടിയിൽ 5 മന്ത്സേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ PF ക്ലെയിം ചെയ്തപ്പോൾ റിജക്റ്റ് ആയി. പോരാത്തതിന് 3 മെമ്പർ ID ഉണ്ട്. 1 മെമ്പർ ID ആകുമ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത പ്രോപ്പർട്ടിയുടെ മെമ്പർ ID ആണോ കൊടുക്കേണ്ടത്? മെമ്പർ ID എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് എത്ര UN നമ്പർ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടില്ല. ഒരേ UN നമ്പറിൽ തന്നെ നമ്മൾ 2-3 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 മെമ്പർ ID ഉണ്ടാവും. മെമ്പർ IDയെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരേ UN ആണെങ്കിൽ ഒരു മെമ്പർ IDയിൽ നിന്ന് മറ്റൊരു മെമ്പർ IDയിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനത്തെ മെമ്പർ ID ഏതാണോ ആ മെമ്പർ IDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എല്ലാ എമൗണ്ടും അതിലേക്ക് വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ക്ലെയിം ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എമൗണ്ട് എല്ലാം വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ലാസ്റ്റിൽ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് മാത്രം വിഡ്രോ ചെയ്തതിന് ശേഷം പഴയത് വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മെമ്പർ ID ലാസ്റ്റിലെ മെമ്പർ IDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഒരുമിച്ച് വിഡ്രോ ചെയ്യുക. ഹായ് സാർ, എൻ്റെ പേര് രഞ്ജിത്ത്. 2020 മാർച്ച് 22 എൻ്റെ കമ്പനി ലോക്കൗട്ട് ചെയ്തു. ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ESI COVID-19 സാഹചര്യത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുമോ? എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ESIയിൽ COVID-19 പ്രമാണിച്ച് അൺഎംപ്ലോയ്മെൻറ്റിന്, അതായത് ലോക്ക്ഡൗൺ സാലറി എന്ന പേരിൽ ആനുവലി 41 ഡേയ്സ് മാക്സിമം നമ്മുടെ ലൈഫ് ടൈമിൽ എടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. 41 ഡേയ്സ് സാലറി ESI കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നിങ്ങളുടെ അടുത്തുള്ള ESI ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ESI ലോക്ക്ഡൗൺ സാലറി തരുമെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്ന് ലേബർ മിനിസ്ട്രിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ESI അത് ലേബർ മിനിസ്ട്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അപ്രൂവൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഹായ്, ഐ ഹാവ് എ ഡൗട്ട് സാർ relating to PF. I switched from job 2 months ago and exit is marked, but still when I try to withdraw form 10C and 19, it's not available. Only PF advance form is visible. See, if you are working in a company, that means at present also you are working in a company and your contribution has gone. നിങ്ങളെ കമ്പനി നിങ്ങളെ PF അടച്ചിട്ടുണ്ടെങ്കിൽ, പുതിയൊരു കമ്പനി ജോയിൻ ചെയ്ത് അവിടുന്ന് PF കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടെങ്കിൽ യു കനോട്ട് വിഡ്രോ ദ പ്രീവിയസ് കമ്പനീസ് എമൗണ്ട്. പഴയ കമ്പനിയിലെ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. 10C 19 റിജക്റ്റ് ആവും. നിങ്ങൾക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോം 31 ലോൺ എടുക്കാനായിട്ട്. ഞാൻ ലാസ്റ്റ് 2 years ആയി വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ PF അക്കൗണ്ടിലുള്ള എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല. ഇപ്പോൾ കിടക്കുന്ന എമൗണ്ടിന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുമോ? തീർച്ചയായും ഇൻട്രസ്റ്റ് കിട്ടും. ആദ്യത്തെ 3 വർഷത്തെ ഗ്യാപ്പിൽ, അതായത് നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുമ്പോൾ 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് സപ്പോസ് നിങ്ങൾ 58-ാമത്തെ വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ 61 വയസ്സ് വരെ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം കിട്ടില്ല. അതുവരെയുള്ള എല്ലാ എമൗണ്ടിനും ഇൻട്രസ്റ്റ് കിട്ടും. നേരത്തെ സാധാരണഗതിയിൽ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ റിസൈൻ ചെയ്ത് 3 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടൂ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതിനകത്തൊരു ക്ലാരിറ്റി ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്യുന്ന വർഷം വരെ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൂടി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഏതാണോ ഇൻട്രസ്റ്റ്, ഇപ്പോൾ 8.5% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ദ പീരീഡ്, ഇപ്പോൾ 20 വർഷം വർക്ക് ചെയ്താൽ 8.5 ഇൻട്രസ്റ്റ് കിട്ടില്ല. ഓരോ വർഷവും PF എത്രയാണോ ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത് ആ ഇൻട്രസ്റ്റ് റേറ്റ്, സപ്പോസ് ഫോർ എക്സാമ്പിൾ 19-20 വർഷത്തേക്ക് 6.5% ഇൻട്രസ്റ്റ് എങ്കിൽ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 6% പക്ഷേ 20-21 ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് 8.5%. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 8.5%. അതുകൊണ്ട് ഓരോ വർഷത്തെയും വേരി ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും റിട്ടയർ ചെയ്ത് 3 വർഷം വരെ. അടുത്തായി ചോദിച്ചിരിക്കുന്നു, സാർ എൻ്റെ PF ക്ലോസ് ആയി, പെൻഷൻ ഫണ്ട് 10C റിജക്റ്റ് കാണിക്കുന്നു. റിജക്റ്റഡ് ഡ്യൂ ടു മോർ സർവീസ് റിഫ്ലക്റ്റിംഗ്, നോട്ട് എലിജിബിൾ ഫോർ വിഡ്രോവൽ ബെനിഫിറ്റ്, ജോയിനിങ് ഡേറ്റ് 2/3/2011. പ്ലീസ് റിപ്ലൈ. എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി, എനിക്ക് പെൻഷൻ ക്യാഷ് ലോസ് ആവുമോ? റിജക്റ്റഡ് ഡ്യൂ ടു മോർ സർവീസ് റിഫ്ലക്റ്റിംഗ്,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ വിഡ്രോവൽ ബെനിഫിറ്റ്. ഇത് ടെക്നിക്കൽ റീസൺ ആണ്. പെൻഷൻ എമൗണ്ടിലേക്ക് പോയിരിക്കുന്ന എമൗണ്ട് തീർച്ചയായും കിട്ടേണ്ടതാണ്. അതിനകത്ത് PF എമൗണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ EPF IGMS വഴി കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ ഓഫീസ് ആ ഓഫീസിലേക്ക് രേഖാമൂലം പരാതി അയക്കുക. പരാതി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരാതി അയക്കുന്ന പരാതി ഒന്നുകിൽ സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡോ ആയിട്ട് അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇത് ടെക്നിക്കൽ റീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് 10C റിജക്റ്റ് ആയത്. PF എമൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. 3 വർഷം വർക്ക് ചെയ്തു, ഇതിലെ പെൻഷൻ കോൺട്രിബ്യൂഷൻ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നിങ്ങളുടെ സർവീസ് ടോട്ടൽ സർവീസ് 3 വർഷമേ ഉള്ളെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റും. എക്സ്ക്യൂസ് മീ സാർ, 2020 IP വാർഡ് ആപ്ലിക്കേഷൻ വന്നോ? എപ്പോഴാണ് വരിക? ഇപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ESIയുടെ ഓഫീസുമായിട്ട് ESIക്ക് നമുക്കറിയാം റീജിയണൽ ഓഫീസും സബ് റീജിയണൽ ഓഫീസും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഏരിയയ്ക്ക് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ റീജിയൻ ഒഴിച്ച് ബാക്കിയെല്ലാം തിരുവനന്തപുരം സബ് റീജിയൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഓഫീസ് അല്ലെങ്കിൽ കൊല്ലത്തെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സബ് റീജിയണൽ ഓഫീസ്, സബ് റീജിയണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. നമ്മൾ PFൻ്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് വാർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. പിന്നെ അഡ്മിഷൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓൾ ഇന്ത്യ പൂളിൽ അവർ റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അടുത്ത ചോദ്യം, ഹലോ സാർ, എൻ്റെ കയ്യിൽ UAN നമ്പർ മാത്രമേ ഉള്ളൂ. 17 വർഷത്തെ സർവീസ് ഉണ്ട്. UAN പാസ്വേഡ് കമ്പനി തന്നിട്ടില്ല. UANൽ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ നിലവിലില്ല. ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ട് UAN അക്കൗണ്ടിൽ പഴയ നമ്പറിലാണ് OTP വരുന്നത്. കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 1 വർഷമായി കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എങ്ങനെ എനിക്ക് PF എമൗണ്ട് പിൻവലിക്കാൻ കഴിയും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് PF എമൗണ്ട് പിൻവലിക്കാൻ കഴിയും. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ആയിട്ടും അതിനകത്തേക്കല്ല വരുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ആധാറിലുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, അതിലേക്കായിരിക്കും മിക്കവാറും പാസ്വേഡ് വരിക. ആ നമ്പർ അതിനുശേഷം ആ നമ്പർ നിങ്ങൾ ആ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം KYCയിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ KYCയിൽ കയറി ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നിങ്ങളുടെ പാസ്വേഡ് വരുന്നതായിരിക്കും. ആ പാസ്വേഡ് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന് കമ്പനി ആശ്രയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അടുത്ത ചോദ്യം, സാർ, ഒരു സംശയം. PFമായി ബന്ധപ്പെട്ട് ഡേറ്റ് ഓഫ് എക്സിറ്റ് ആണ് വിഷയം. എനിക്ക് ഫുൾ വിഡ്രോ ചെയ്യണം, പക്ഷേ അഡ്വാൻസ് എമൗണ്ട് മാത്രമേ കൊടുക്കുവാൻ സാധിക്കുന്നുള്ളൂ. അഡ്വാൻസ് കൊടുത്തതിൽ തന്നെ മുഴുവനും കിട്ടിയതുമില്ല. ഞാൻ പാലക്കാട് ജില്ലയിൽ ഒരു ബാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ അവിടെ നിന്ന് 2020 ആഗസ്റ്റ് 20 റിസൈൻ ചെയ്തു. പക്ഷേ ഓഗസ്റ്റ് 20 മുന്നേ 3 ദിവസം മാത്രമാണ് ആ മാസത്തിൽ വർക്ക് ചെയ്തത്. ആ മാസത്തിലെ 3 ദിവസത്തെ ശമ്പളം PF അടയ്ക്കാതെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ഓൺലൈനായി ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുക്കുമ്പോൾ 15/8/2020 കൊടുത്താൽ പോരെ? ജൂലൈ മാസത്തിലെ ശമ്പളത്തിലാവും എൻ്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടാവുക. അത് അവർ അടച്ചിട്ടുണ്ടാവും. ആഗസ്റ്റ് മാസത്തിലാവും. പക്ഷേ ആ കോൺട്രിബ്യൂഷൻ ഡേറ്റ് അറിയാത്തത് കാരണം ഞാൻ മുൻകൂറായി കൊടുത്ത 15/8 എന്ന ഡേറ്റ് തന്നെ കൊടുത്താൽ മതിയാവുമോ? ഇതിനകത്ത് നിങ്ങൾ റിസൈൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 20 റിസൈൻ ചെയ്തു. ഓഗസ്റ്റ് 20 മുന്നേ 3 ദിവസം മാത്രമാണ് ആ മാസത്തിൽ വർക്ക് ചെയ്തത്. ആ മാസത്തിലെ 3 ദിവസം ശമ്പളം PF അടയ്ക്കാതെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതായത് ഓഗസ്റ്റിലെ PF നിങ്ങളുടെ അടച്ചിട്ടില്ല. ജൂലൈ വരെയുള്ള PF ആയിരിക്കും ഓഗസ്റ്റിൽ അടച്ചിട്ടില്ല. അത് നിങ്ങൾ വ്യക്തമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, ജൂലൈയിലെ PF അടച്ചിട്ടുണ്ടോ എന്ന്. എന്നാണോ ഏത് മാസമാണോ PF അടച്ചിട്ടുള്ളത് ആ PF അടച്ചിരിക്കുന്ന മാസത്തിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് എക്സിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. മൈ നെയിം ഈസ് കിരൺ. വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. സർ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് കിരണിൻ്റെ അല്ല, വേറൊരാൾ അയച്ചിരിക്കുന്ന മെസ്സേജാണ്. സർ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/6/1983, PF 1/1/1991 ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തു. PF രജിസ്റ്റേർഡ് DLCM എന്ന ഓഫീസ്. എനിക്ക് ഈ ചോദ്യം പൂർണ്ണമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് PFൽ 91 കിടക്കുന്നത്. ശരിക്കും അത് 83 എന്നുള്ളതാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫോം കൊടുക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റ് 3 വർഷം വരെ മാത്രമേ നമുക്ക് 3 വർഷം മുന്നോട്ടോ, അതായത് PFൽ കൊടുത്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ 2020 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ 2023 വരെയോ അല്ലെങ്കിൽ 2017 വരെയോ ഇത് മാത്രമേ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതിന് മുന്നെയോ പിന്നെയോ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫോം നിങ്ങളുടെ എംപ്ലോയറുമായി ചേർന്ന് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫോം കൊടുത്ത് ഫില്ല് ചെയ്ത് അയച്ച് ഫിസിക്കലായിട്ട് അയച്ച് അത് ചെയ്യാവുന്നതാണ്. സർ, മൈ നെയിം ഈസ് പ്രദീപ്. ഞാനൊരു കമ്പനിയിൽ 2.5 വർഷം വർക്ക് ചെയ്തു. റിസൈൻ ചെയ്തു. 2 മാസത്തിന് ശേഷം PFൻ്റെ EPS വിഡ്രോ ചെയ്യാൻ നോക്കി. PF എമൗണ്ട് മാത്രമാണ് കിട്ടിയേ. EPSൽ ഡേറ്റ് ഓഫ് എക്സിറ്റ് ആഡ് ആയിട്ടില്ലായിരുന്നു. 4 മാസത്തിന് ശേഷം ഞാൻ സെയിം കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്തു. ഓൾഡ് UAN നമ്പർ വീണ്ടും കൊടുത്തു.
ആ UANൽ ന്യൂ PF അക്കൗണ്ട് ആക്റ്റീവായി. അപ്പോഴേക്കും ഓൾഡ് EPSൽ ഡേറ്റ് ഓഫ് എക്സിറ്റ് ഓക്കെ ആയി. പാസ്ബുക്കിലും ബാലൻസ് കാണിക്കുന്നുണ്ട്. 1 വീക്ക് മാത്രമേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ. വീണ്ടും ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഓൾഡ് EPS എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലൈനായി ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോൾ ന്യൂ EPF ആൻഡ് EPS അക്കൗണ്ട് മാത്രമേ ഫോമിൽ വരുന്നുള്ളൂ. സാർ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ? ഇതിനകത്ത് ഇപ്പം നിങ്ങൾ PF എമൗണ്ട് കിട്ടി, പഴയ കമ്പനിയുടെ PF എമൗണ്ട് കിട്ടി. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് EPS ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 10C ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക് UN to UN. അത് പക്ഷേ നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഓൾറെഡി നിങ്ങളുടെ പഴയ UNൽ ക്ലെയിം സെറ്റിൽഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. EPS മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് അവരെ ഫിസിക്കലായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം അവരെ സമീപിച്ച് അത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓൺലൈനായിട്ട് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ചോദ്യം, നമസ്തേ സാർ, മൈ നെയിം ഈസ് മിത്ര. ഐ ആം എ സബ്സ്ക്രൈബർ ഓഫ് യുവർ ചാനൽ. ഐ ഹാവ് ഡൗട്ട് റിഗാർഡിംഗ് PF withdrawal. Could you please help me, sir? I have 2 years experience and now resigned. My PF full amount, employer plus employee 41,000 and pension contribution is 21,000. Which form I have to submit, sir? Am I eligible to apply pension contribution? തീർച്ചയായിട്ടും പറ്റും. യു ആർ എലിജിബിൾ ഫോർ അപ്ലൈയിങ് ബോത്ത് PF as well as pension. So you can submit 10C as well as 19. Both you can submit. ഓക്കെ, 19 ഫോം നമ്പർ 19 ഫോം നമ്പർ 10C സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഹലോ സർ, ഹൗ മെനി മാർക്ക് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ESI IP കോട്ട ഫോർ ജനറൽ കാറ്റഗറി? ഒരുപാട് തവണ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളതാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ എൻ്റെ വീഡിയോസ് കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇതിനെപ്പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന മാർക്കല്ല, നീറ്റിൻ്റെ എത്രയാണോ നീറ്റിന് നമുക്ക് റാങ്ക് കിട്ടുന്നത് അതായിരിക്കും അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സർ, PF ക്ലെയിം ചെയ്യുമ്പോൾ റിജക്റ്റ് ആകുന്നു, എന്തായിരിക്കും പ്രോബ്ലം? എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്ന ഓപ്ഷൻ, ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അതിൽ കാണിക്കും. ഗുഡ് മോർണിംഗ് സർ, പ്ലീസ് ടെൽ മീ ഹൗ ടു അപ്ലൈ ESI ലോക്ക്ഡൗൺ സാലറി സ്കീം ഫോർ എംപ്ലോയീസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ HR-നെ ബന്ധപ്പെടുക. HR-നായിരിക്കും അത് ഫോർവേഡ് ചെയ്യേണ്ടത്, ESIയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവർ സഹായിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ ESI ഓഫീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് റീജിയണലോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് എവിടെയാണോ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഇതുകൊണ്ടാണ് സാർ എനിക്ക് 64,000 PF എമൗണ്ട് ഉണ്ട്, അതിൽ 50,000 എടുക്കുമെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ആകുമോ? ഇതിന് ഫോം 15G കൊടുക്കണമോ? നിങ്ങളുടെ സർവീസ് അനുസരിച്ചിരിക്കും. 5 വർഷത്തിന് താഴെയാണെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. 5 വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ഒരുപാട് പേര് പല സജഷൻസും തന്നിട്ടുണ്ട്, പല പേപ്പറിൽ വന്നിരിക്കുന്ന ന്യൂസും ഒക്കെ വെച്ച് സജഷൻസ് തന്നിട്ടുണ്ട് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. വളരെ നന്ദി. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണാതെ പോകുന്ന പല ഇൻഫർമേഷൻസും ഉണ്ടാവാം. ഞാൻ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ കാണുന്ന ഇൻഫർമേഷൻസ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ റിസർച്ച് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അവസാനമായി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് സാർ, ജോബ് നഷ്ടപ്പെട്ടവർക്കുള്ളൊരു സ്കീം ഉണ്ടല്ലോ, അത് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ജോബ് നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സ്കീമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. കുറേ റിലാക്സേഷൻസ്, അതായത് PFൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമായിരുന്നു, COVID-19 പ്രമാണിച്ച് ലോൺ എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ലോക്ക്ഡൗൺ പീരീഡിൽ 41 ദിവസം ശമ്പളം ESI കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്കീമുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് വാട്സാപ്പിലൂടെ കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങൾ. ചോദ്യങ്ങളിൽ എനിക്ക് വോയിസ് ആയിട്ട് അയച്ചതിന് മറുപടി തരാനായിട്ട് നിർവാഹമില്ല. അപ്പോൾ ചോദ്യങ്ങൾ അയക്കുന്നവർ ദയവായി ടൈപ്പ് ചെയ്ത് അയക്കുക. ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എനിക്ക് വായിച്ച് തരാൻ പറ്റും. എല്ലാവർക്കും ആൻസറുകൾ തരുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും, അതായത് കമൻ്റായിട്ട് വരുന്നതിനും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെ തരുന്നതിനും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസറുകൾ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ പഴയ ലൈവ് പ്രോഗ്രാമുകളിലേക്കും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്കും ഡൗട്ട്സിലേക്കൊക്കെ പോയി എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ഈ ഡൗട്ട് അയക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടാനും സാധ്യതയുണ്ട്. ഏതാണ്ട് PF ESI സംബന്ധിച്ച് ഏതാണ്ട് 90ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഇന്നുവരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ചാനൽ കൃത്യമായി കാണുന്ന ആളുകൾക്ക്, വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എല്ലാ ഇൻഫർമേഷൻസും അതിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഞാനിതുപോലെ ഒന്നുകിൽ ലൈവ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഞാനിതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ടോ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.